മൂന്നാമതും തുടർഭരണം അത് LDF തന്നെയായിരിക്കുമെന്നുള്ള കാര്യമാണ് ഇതിനോടകം തന്നെ സജീവമായി ഉയർന്നു കേൾക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. ഭരണമാറ്റം ഉണ്ടാകുമെന്നുള്ള ചില ചർച്ചകളൊക്കെ തന്നെയും പലയിടങ്ങളിലും നടക്കുകയുമാണ്. അത് രാഷ്ട്രീയ കേരളത്തിൽ എത്ര കണ്ട് വരും ദിവസങ്ങളിൽ ചൂട് പിടിക്കുമെന്നുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. BJPയും UDFും തമ്മിലായിരിക്കുമോ മത്സരം? UDFും LDFും തമ്മിലായിരിക്കുമോ? അല്ലെങ്കിൽ BJP നേരിട്ടൊരു ഇലക്ഷനിൽ സജീവമായി ഇടപെടുന്ന തരത്തിലേക്കായിരിക്കുമോ വരിക എന്നുള്ളത് അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി തന്നെ രാഷ്ട്രീയ ഭൂമികയിൽ നിൽക്കുന്നതാണ്. എങ്ങനെയായിരിക്കും ഇത്തവണ അങ്കത്തട്ടിൽ കളമൊരുങ്ങുന്ന സമയത്ത് കാണാൻ പോകുന്ന കാര്യങ്ങൾ? ഞാൻ ഒരു സ്ഥലത്ത് ജമായത്തെ ഇസ്ലാമി കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ള VD സതീശൻ്റെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞാൽ ഇപ്പുറത്ത് ശബരിമല അയ്യപ്പൻ്റെ തിരുവാഭരണം കൊള്ളയടിച്ച കൊള്ളക്കാരന്മാരെ ശബരിമല ശാസ്താവ് സംരക്ഷിക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? പക്ഷേ കഴിഞ്ഞ യുവതീ പ്രവേശനം ഉണ്ടായ സമയത്ത് നമ്മൾ കണ്ടതാണ് UDFന് അത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്ത കാര്യം. അപ്പോൾ ഇത്തവണ വീണ്ടും സ്വർണ്ണക്കൊള്ള വരുന്നത് UDFന് ഗുണം ചെയ്യും. ഈ സ്വർണ്ണക്കൊള്ള സോണിയാഗാന്ധിയുടെ ഇറ്റലിക്കാരി സഹോദരിയുടെ സ്ഥാപനത്തിലേക്ക് ആൻ്റണി വഴിയും അടൂർ പ്രകാശ് വഴി എത്തിച്ചു കൊടുത്തില്ലേ? അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള നടത്തിയിരിക്കുന്നത് കോൺഗ്രസും CPMും അടങ്ങുന്ന കുറുവ സംഘം, കൊള്ള സംഘമാണ്. ഈ ശബരിമല ശാസ്താവിനെ കൊള്ളയടിച്ച ഇടതും വലതും കോൺഗ്രസും CPMും ഇവിടെ നശിപ്പിക്കും.